കഴിഞ്ഞ 2-3 വർഷത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് ഗ്ലോബലി സംഭവിച്ചിട്ടുള്ളത്. അതിന് പല കാരണങ്ങളുണ്ടെങ്കിലും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വളർച്ച തന്നെയാണ്. ഇപ്പോൾ ഓപ്പൺഐയുടെ ChatGPT, ഗൂഗിളിന്റെ ജെമിനി, അതുപോലെ തന്നെ AI ചിപ്സും ഗ്രാഫിക്സ് കാർഡൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന NVIDIA പോലുള്ള പല കമ്പനികളും AIയുടെ ഈ ഒരു ഗ്രോത്തിൽ വളരെ വലിയ കോൺട്രിബ്യൂഷൻ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു AIയുടെ ഈ ഒരു റേസ് ലീഡ് ചെയ്യുന്ന കമ്പനികളുടെ ലിസ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ലിസ്റ്റിൽ നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുക US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളായിരിക്കും. ഈ ലിസ്റ്റിൽ നമുക്ക് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾ കാണുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു റീസൺ തന്നെയാണ് നമ്മൾക്ക് കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 1-2 വർഷത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൻ്റെയും US മാർക്കറ്റിൻ്റെയും പെർഫോമൻസിൽ വളരെ വലിയ ഡിഫറൻസ് കാണാൻ സാധിക്കും. കഴിഞ്ഞ ഒരു വർഷം മാത്രം ഇന്ത്യൻ മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തത് 3-4% നെഗറ്റീവ് റിട്ടേൺ ആണ്. ആ സെയിം പീരീഡിൽ US മാർക്കറ്റിലെ ഇൻഡെക്സ് ആയ നാസ്ഡാക്ക് കൊടുത്തത് 35% മുകളിലുള്ള പോസിറ്റീവ് റിട്ടേൺ ആണ്. ഇത്ര വലിയ ഡിഫറൻസ് റിട്ടേണിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള AI ബേസ്ഡ് കമ്പനികളുടെ പെർഫോമൻസ് തന്നെയാണ്. ഇതിനർത്ഥം ഇന്ത്യൻ മാർക്കറ്റിലെ കമ്പനികൾ മോശമാണെന്നല്ല. ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് തന്നെയാണ്. ലോങ് ടേമിൽ വളരെ വലിയൊരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനുണ്ട്. ബട്ട് നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് കൂടാതെ പുറത്തുള്ള ഒരു മറ്റു മാർക്കറ്റ് കൂടി ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നതിന് ഇപ്പോൾ പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണുള്ളത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഇന്നോവേഷൻ തന്നെയാണ്. അതായത് പുതിയ പുതിയ ടെക്നോളജികൾ, ഇപ്പോൾ ഉദാഹരണത്തിന് AI, അതുപോലെ തന്നെ സെമി കണ്ടക്ടർ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലുള്ള പല പുതിയ ടെക്നോളജികളും വരുന്ന സമയത്ത് അത് US പോലത്തെ മാർക്കറ്റുകൾ പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യുന്നതായിട്ടും അതിന്റെ ബെനിഫിറ്റ് ഏൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് കറൻസി ഡിപ്രീസിയേഷൻ ആണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ റുപ്പീന്റെ വാല്യൂ താഴത്തോട്ടേക്ക് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ US ഡോളറിനൊക്കെ അഗേൻസ്റ്റ് ആയിട്ട് നമ്മുടെ കറൻസിയുടെ വാല്യൂ നല്ല രീതിയിൽ താഴത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു മാർക്കറ്റിൽ അവിടുത്തെ കറൻസിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കറൻസി ഡിപ്രീസിയേഷൻ, ആ ഒരു വാല്യൂ ഡിപ്രീസിയേഷൻ ഒരു പ്രൊട്ടക്ഷൻ കൂടി നമുക്ക് കിട്ടുന്നതാണ്. ഇവിടെയാണ് ശരിക്കും ഗ്ലോബൽ ഇൻവെസ്റ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സോ ഇൻവെസ്റ്റേഴ്സ് ഗ്ലോബൽ ഇൻവെസ്റ്റിംഗിനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് ആദ്യം മനസ്സിലേക്ക് വരുന്നത് US മാർക്കറ്റ് തന്നെയായിരിക്കും. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളായ ഗൂഗിൾ, ആമസോൺ, മെറ്റ പോലുള്ള പല കമ്പനികളും ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് US മാർക്കറ്റിലാണ്. എന്നാൽ കുറച്ചു കാലം മുന്നേ വരെ US മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ പ്രോസസ് ആയിരുന്നു. കുറേയധികം പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്താലാണ് നമുക്ക് US മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുക. എന്നാൽ അതിനിപ്പോൾ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ധൻ ഉപയോഗിച്ചുകൊണ്ട് US സ്റ്റോക്സിലും US ETFസിലും വളരെ ഈസി ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ധന്നാണ് ആദ്യത്തെ ഗിഫ്റ്റ് സിറ്റി റെഗുലേറ്റഡ് ആയിട്ടുള്ള US സ്റ്റോക്ക് ബ്രോക്കർ. ധൻ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ കറന്റ് നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് US സ്റ്റോക്കിലും US ETF ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ധന്നിന്റെ പുതിയ ഒരു US ഇൻവെസ്റ്റിംഗ് ഫീച്ചറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇനി നമ്മൾക്ക് ധന്നിൽ എങ്ങനെയാണ് US സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ധൻ ഈ ഒരു ഫീച്ചർ ഓഫർ ചെയ്യുന്നത് ഗിഫ്റ്റ് സിറ്റി IFSC റൂട്ട് ത്രൂ ആണ്. IFSC റൂൾസും അതുപോലെ തന്നെ RBI FEMA ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തുകൊണ്ടാണ് ധൻ ഈ ഒരു ഫീച്ചർ ഓഫർ ചെയ്യുന്നത്. ഇനി ധൻ ഉപയോഗിച്ചുകൊണ്ട് US സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ധന്നിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. വൺസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പ്ലാറ്റ്ഫോമിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു US സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗിൻ്റെ ഒരു ടാബ് കാണാൻ സാധിക്കും. അതിൽ കയറി ജസ്റ്റ് KYCയും അതുപോലെ തന്നെ ഇൻവെസ്റ്റിംഗിന് വേണ്ടിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് US സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് മുതൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതും പോർട്ട്ഫോളിയോ ട്രാക്ക് ചെയ്യുന്നതും കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു US മാർക്കറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലെ പോലെ ഒരു കംപ്ലീറ്റ് ഷെയർ നമ്മളിപ്പോൾ ഒരു ക്വാണ്ടിറ്റി 2 ക്വാണ്ടിറ്റി എന്ന രീതിയിലാണ് ഇന്ത്യൻ മാർക്കറ്റിൽ വാങ്ങാൻ സാധിക്കുക. എന്നാൽ നമുക്ക് US മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെയില്ല. നമുക്ക് ഫ്രാക്ഷണൽ ഷെയർസ് ആയിട്ട് പോലും നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഒരു ക്വാണ്ടിറ്റി പകരം നമുക്ക് 0.1 0.2 എന്നൊക്കെ രീതിയിൽ ഫ്രാക്ഷണൽ ആയിട്ട് പോലും നമുക്ക് സ്റ്റോക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ US മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ട്യൂട്ടോറിയൽ കാണിച്ചത് എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക, ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് സ്റ്റോക്ക് വാങ്ങാൻ സാധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഈ ഒരു ധന്നിന്റെ പ്ലാറ്റ്ഫോമിൽ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ എൻ്റെ ധൻ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. വൺസ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് താഴത്തോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ഇൻ US സ്റ്റോക്സ് ആൻഡ് ETF എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ധന്നിൽ US സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറയും. ജസ്റ്റ് KYC കംപ്ലീറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഈ ഒരു ഫണ്ട് ട്രാൻസ്ഫറിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് കൂടി കണക്ട് ചെയ്ത് കൊടുക്കാൻ പറയും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു US സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനത് ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് കാണിക്കാത്തത്. അപ്പോൾ വൺസ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ആ ഒരു ഇന്റർഫേസ് കാണിക്കുക. അപ്പോൾ ഇതുപോലെയുള്ളൊരു ഇന്റർഫേസ് ആണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ടോപ്പിൽ തന്നെ ഒരു സെർച്ച് ബാറാണ് കാണിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഏതൊക്കെയെങ്കിലും ഇപ്പോൾ ഒരു ഗൂഗിൾ അല്ലെങ്കിൽ ഏതെങ്കിലും
സ്റ്റോക്ക് പെർട്ടിക്കുലർ സ്റ്റോക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സെർച്ച് ചെയ്യാൻ നോക്കാൻ പറ്റുന്നതാണ്. പിന്നെ US സ്റ്റോക്സ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പോർട്ട്ഫോളിയോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റ് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ കറൻറ്റ് വാല്യൂ ഒക്കെ ജസ്റ്റ് ഇവിടെ കാണിക്കും. ഞാൻ ഇതുവരെയായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ 0 കാണിക്കുന്നത്. ഇനി അതിൻ്റെ താഴത്തോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റോക്സ് ടു ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കറൻറ്റ്ലി ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് വരുന്നത് $75. $75 എന്ന് പറയുമ്പോൾ ഏകദേശം 7,000 റുപ്പീസിൻ്റെ അടുത്താണ് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ ആപ്പിൾ, ടെസ്ല, അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കമ്പനികളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഇനി ഇതിൽ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോക്സ് ടു ഇൻവെസ്റ്റിൽ നമുക്ക് സെക്ടർ വൈസ് വേണമെങ്കിൽ ഇവിടെ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ടെക്നോളജി, ഫിനാൻഷ്യൽ സർവീസ്, ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് നിങ്ങൾക്ക് ഏത് സെക്ടറിൽ ഒരു പെർട്ടിക്കുലർ സെക്ടർ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ സെക്ടർ നിങ്ങളോട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സെക്ടറിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി താഴത്തോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മാർക്കറ്റ് മൂവേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ കാണാൻ സാധിക്കും. 52 വീക്ക് ഹൈ, നല്ല രീതിയിൽ ബുള്ളിഷ് മൊമെൻറ്റ് അല്ലെങ്കിൽ അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വീക്കായിട്ട് ഡൗൺ സൈഡ് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് ഇവിടെ 52 വീക്ക് ലോയിൽ കാണാൻ സാധിക്കും. ഇനി ഇവിടെ ഈ പറയുന്ന കുറച്ച് ഫിൽറ്റേഴ്സ് നമുക്ക് 1 ഇയർ ലോ, ഈ പറഞ്ഞ ജസ്റ്റ് സ്ക്രീനേഴ്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു സ്പെസിഫിക് കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പം 1 ഇയർ ലോണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷത്തെ ലോയിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ കുറച്ചൊരു സ്ക്രീനേഴ്സ് പോലെ നമുക്കിവിടെ ഇവർ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് US സ്റ്റോക്കിൻ്റെ കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് ETF, അതായത് നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ സ്റ്റോക്ക് കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ടൈം നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ അതിനുള്ളൊരു ഓപ്ഷനാണ് നമുക്ക് ETF എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ETF നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ സെക്ടർ ഫോക്കസ് ചെയ്യുന്ന ETFകളൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഡിവിജ്വൽ സ്റ്റോക്കിൽ ഇപ്പോൾ ഗൂഗിളിലും ആപ്പിളിലൊക്കെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഒരു വലിയൊരു പോർട്ട്ഫോളിയോ മ്യൂച്വൽ ഫണ്ട് പോലെ ETFസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡിസ്കവർ US ETFs എന്ന് പറഞ്ഞിട്ട് ETFസിൻ്റെ ഒരു സെക്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഹോമിൽ വന്നു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുക. ഇനി ഇവിടെ താഴെ രണ്ടാമത്തെ ഓപ്ഷനാണ് വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ സ്റ്റോക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എനിക്ക് ഗൂഗിൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഗൂഗിളിൻ്റെ ആൽഫബറ്റ് എന്ന് കാണിക്കുന്നത് ജസ്റ്റ് ഇവിടെ പ്ലസ് ബട്ടണിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വാച്ച് ലിസ്റ്റ് വേണമെങ്കിൽ പുതിയ വാച്ച് ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ടോപ്പിക്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന മൂന്നാമത്തെ ഓപ്ഷനാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു പോർട്ട്ഫോളിയോ ഓൾറെഡി ഇതിൽ ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് ഇന്ന സ്റ്റോക്കൊക്കെ വാങ്ങിയിട്ട് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോർട്ട്ഫോളിയോ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഹോൾഡ് ചെയ്യുന്നത്, അതിൻ്റെ ഓവറോൾ വാല്യൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ താഴത്തോട്ട് നാലാമത്തെ ഒരു ഓപ്ഷനാണ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ കറൻറ്റ്ലി എന്തെങ്കിലും ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റുക ഈ ഒരു സെക്ഷനിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു ഹോം സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. ഇനി എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് വാങ്ങുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റിൽ ഇവിടെ പോകുന്നു, നിങ്ങൾക്ക് ഏതാണോ സ്റ്റോക്ക് വാങ്ങേണ്ടത്. ഇപ്പം അതിന് മുന്നേ നമുക്ക് സ്റ്റോക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫണ്ട് ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഫണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മളിവിടെ ഒരു പോർട്ട്ഫോളിയോയിൽ പോയി കഴിഞ്ഞാൽ ടോപ്പിൽ നമുക്ക് ഫണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഫണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എത്രയാണോ എമൗണ്ട് ആഡ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കിപ്പോൾ ഒരു 50,000 റുപ്പീസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ആഡ് ചെയ്യേണ്ട എമൗണ്ട് ഇവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതിന് താഴത്തെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ജസ്റ്റ് ടോപ്പ് ഓഫ് ഫണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സ്ക്രീനിൽ ഇതിൻ്റെ ഒരു ബ്രേക്ക് നമുക്ക് എത്ര $US നമ്മൾ ഈ ഒരു 50,000 ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇവിടെ ഈ കാണുന്ന ഒരു മോർ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാണ്. ആ സമയത്ത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എത്രയാണ് റേറ്റ്, ഒരു $US നമ്മൾ എത്രയാണ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 96.18 ഒരു $US നമ്മൾ പേ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ GST ചാർജ് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ചാർജും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഇവിടെ ഇപ്പോൾ 50,000 ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക $518 ആണ് എനിക്ക് കിട്ടുക. അതിനുശേഷം നമുക്ക് ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ആഡ് ടു മണി അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് മണി ടു അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് കുറച്ച് ടൈം എടുക്കും. നമുക്ക് നമ്മുടെ നോർമൽ ഇന്ത്യൻ അക്കൗണ്ടിൽ നിന്ന് ഇന്ത്യൻ സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്യുന്ന പോലെയല്ല, കുറച്ച് ടൈം എടുക്കും ഇത് പ്രോസസ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ വൺസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ജസ്റ്റ് ഒരു $15 ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് അതിനുശേഷം ഇനിയിപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഹോമിൽ വരുന്നു. ഇനി ഏത് സ്റ്റോക്കാണ് ഫണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ സ്റ്റോക്കിൽ സെലക്ട് ചെയ്യും. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണ് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നെറ്റ്ഫ്ലിക്സ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിവിടെ നോർമലായിട്ട് ബൈ സെൽ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ബൈ ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ബൈ കൊടുക്കുക.
ഇവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു ഷെയർ ആയിട്ട് വാങ്ങണമെന്നില്ല. ഇപ്പം നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു സ്റ്റോക്കിന് 100 രൂപയാണെങ്കിൽ 100 രൂപ മിനിമം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. 100-200 എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൻ്റെ പ്രൈസ് വരുന്നത് $75 ബട്ട് എൻ്റെ അക്കൗണ്ടിൽ ഒരു $10 മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും എനിക്കതിന് വാങ്ങാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ എനിക്കവിടെ എമൗണ്ടിനനുസരിച്ച് എനിക്ക് വാങ്ങാൻ സാധിക്കും. ഇപ്പോൾ എനിക്കൊരു $5 വാങ്ങണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ $5 എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് മിനിമം $1 അടക്കം നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങാൻ സാധിക്കുന്നതാണ്. നമ്മളിവിടെ എമൗണ്ട് എൻട്രി ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി, ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു $50 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് അത് ഇൻക്രീസ് ആയി വരുന്ന കാണാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മൾ കുറക്കുകയാണെങ്കിൽ കുറഞ്ഞു വരുന്ന നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് എത്ര എമൗണ്ടിനാണ് വാങ്ങേണ്ടതെന്നുള്ളത് എൻട്രി ചെയ്ത് കൊടുത്തിട്ട് നമ്മൾക്ക് ഇവിടെ സ്റ്റോക്കുകൾ വാങ്ങാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഓർഡർ ഡീറ്റെയിൽസ്, മാർക്കറ്റ് ഓർഡർ, ലിമിറ്റ് ഓർഡർ ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ മാർക്കറ്റ് ഓർഡർ ആണെങ്കിൽ ജസ്റ്റ് എത്രയാണ് എമൗണ്ട് കൊടുക്കുക, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ കയ്യിൽ ഒരു $1000 ഉണ്ട്, നിങ്ങൾക്ക് ഒരു $500 വാങ്ങണമെന്നുണ്ടെങ്കിൽ $500 എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റന്റ് ബൈ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ മാർക്കറ്റ് ക്ലോസ്ഡ് ആണ്, കാരണം US മാർക്കറ്റ് 7:30, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ടൈമിംഗ് അല്ല, US മാർക്കറ്റിലെ ടൈമിംഗ് എത്രയാണോ ആ സെയിം ടൈമിങ്ങിലാണ് ഇവിടെ ഈ ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക. 7:30 PM മാർക്കറ്റിന് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ വൈകുന്നേരം 6 മണിയാണ് ടൈം, അതുകൊണ്ടാണ് ഇപ്പോൾ വാങ്ങാൻ പറ്റാത്തത്. ബട്ട് നമുക്ക് വേണമെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ വേണമെങ്കിൽ പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആവാത്തത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചപ്പോൾ സിമ്പിളായിട്ട് ഇവിടെ ഇൻസ്റ്റന്റ് ബൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് ബൈ ആൻഡ് സെൽ എന്നുള്ള ഓപ്ഷൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള മറ്റൊരു ഓപ്ഷനാണ് സ്റ്റാർട്ട് SIP എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്കൊരു പർട്ടിക്കുലർ കമ്പനിയിൽ SIP പോലെ എല്ലാ ആഴ്ചയോ അല്ലെങ്കിൽ എല്ലാ മാസവും ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും. ഒരു $10 $100 വെച്ച് അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി വെച്ച് വാങ്ങിക്കൊണ്ടിരിക്കണം. ആ ഒരു ഇതിൽ SIP പോലെ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് ഇവിടെ സ്റ്റാർട്ട് SIP എന്ന് പറയുന്നത്. സ്റ്റാർട്ട് SIP എന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്ര എമൗണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു $10 വെച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫ്രീക്വൻസി നിങ്ങൾക്ക് മന്ത്ലി വേണമെങ്കിൽ മന്ത്ലി വാങ്ങാം, വീക്കിലി വേണമെങ്കിൽ വീക്കിലി, ഡെയിലി വേണമെങ്കിൽ ഡെയിലി വാങ്ങാം. അതിനുശേഷം ഇപ്പോൾ മന്ത്ലി ആണെങ്കിൽ ഡേ ഓഫ് SIP എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏത് ഡേറ്റിലാണ് ആ ഒരു സ്റ്റോക്ക് വാങ്ങേണ്ടതെന്നുള്ളത് ചോദിക്കും. അപ്പോൾ അത് നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് വാങ്ങാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്വാണ്ടിറ്റി എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തിട്ട് ക്വാണ്ടിറ്റിയും കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ക്വാണ്ടിറ്റി എല്ലാ മാസവും വാങ്ങണമെന്നാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾക്ക് ഈ ഒരു ധനിൻ്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് US സ്റ്റോക്കിൽ SIP ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലാതെ എല്ലാം ഒറ്റൊരു വൺ ടൈം ആയിട്ട് വാങ്ങണമെന്നില്ല. നിങ്ങൾക്ക് SIP പോലെ ലോങ് ടൈമിൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോൾ ആപ്പിൾ, ഗൂഗിളൊക്കെ പോലെ ലോങ് ടൈമിൽ വെൽത്ത് ബിൽഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന കമ്പനികളിൽ SIP പോലെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് SIP ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് ആവുന്ന സമയത്ത് ഈ ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്കും ഈ ഒരു ധനിൻ്റെ ഈ ഒരു US സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗ് ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് US മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മുന്നത്തെ പോലുള്ള അത്ര വലിയ കോംപ്ലിക്കേഷൻസ് കറൻ്റ് ഇല്ല. വളരെ ഈസിയാണ്. ഇപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് സിറ്റി ത്രൂ ഒക്കെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഗവൺമെൻറ് കൊണ്ടുവന്ന സമയത്ത് നമുക്കിപ്പോൾ ഈ ഒരു ഇതിൻ്റെ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരം നമ്മളൊരു ഗ്ലോബലി ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അത് ബെറ്ററാണ്. നമുക്ക് ഈ ഒരു കറൻസിൻ്റെ ആ ഒരു വാല്യൂ ഡിപ്രീസിയേഷൻ നടക്കുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു US സ്റ്റോക്ക് ഇൻവെസ്റ്റിങ്ങിൻ്റെ ഈ ഒരു ഫീച്ചർ ട്രൈ ചെയ്ത് നോക്കുക. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്തവർക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.